ആ നെഗറ്റീവ് എന്ന് പറയുന്ന ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വെയർ there was abuse. He takes money to do reviews എന്നൊക്കെ ഉള്ളത്. It's a criminal offense. എന്റെ പൊന്നു ദൈവമേ, ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇങ്ങനെ ഒരു പടം ഇറങ്ങി. ഈ പടം കണ്ടിട്ടുള്ളവരും ഇത് റിലീസായെന്ന് അറിഞ്ഞവരും ഒന്ന് കമന്റ് ചെയ്തേരെ. എന്തായാലും പടം പൊട്ടി. സ്വാഭാവികം. ഇത് പൊട്ടാനുള്ള കാരണം നമ്മുടെ അശ്വിൻ കോക്കാന്റെ ഉണ്ണി ബ്ലോസ് ആണെന്നാണ് സിനിമാക്കാരും പറയുന്നത്. എന്തായാലും നമ്മുടെ കോക്കറിന് നല്ല റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിലൊരു 3-4 എണ്ണം എനിക്ക് സൂചിച്ചിട്ടുണ്ട്. ആ ക്ലിപ്സ് ഞാൻ താണ്ടി ഇവിടെ കൊടുക്കുന്നു. നിന്റെ തീട്ടപ്പടത്തിന് 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എൻഡിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം പോയി വാങ്ങിയെന്ന്. എവിടെയാണ് തെളിവ്? ഇനിയും പടം പൊട്ടാൻ വേറൊരു കാരണം കൂടെ പറയുന്നുണ്ട്. അതെന്താന്ന് കേട്ടാലോ? ഈ പൊളിറ്റിക്കലി, അതായത് എന്നെ ഒരു പാർട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ, അതായത് എൻ്റെ അച്ഛൻ ഇപ്പോൾ ഒരു മിനിസ്റ്റർ ആയിരിക്കുന്ന അതേ പാർട്ടിയായിട്ട്, എഗൈൻ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അച്ഛനെ ടാർഗറ്റ് ചെയ്ത് വരുന്നതാവാം. പക്ഷേ അതിപ്പോൾ എൻ്റെ കരിയറിനെ എഫക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്കിത് ആരോട് എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. എന്തോ പറഞ്ഞാലും അച്ഛനും BJP അല്ലാതെ പടം കൊള്ളാഞ്ഞിട്ടാന്ന് പറയുന്നില്ല അല്ലേ? പുള്ളിക്ക് അഭിനയം പഠിക്കണമെങ്കിൽ ജനങ്ങൾ പോക്കറ്റിൽ നിന്ന് കാശിട്ട് പടം കണ്ടോണ്ടിരുന്നോളെ. അതിനും ജനങ്ങൾക്കാ കുറ്റം. എന്തായാലും അശ്വിൻ കോക്ക് നല്ല റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫുള്ള് കേൾക്കണമെങ്കിൽ പുള്ളിയുടെ അക്കൗണ്ടിൽ പോയി ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി, കേൾക്കാം. എന്തായാലും മാധവ് സുരേഷിനോട് പറയാനുള്ള ആ ഒരൊറ്റ കാര്യം ഈ സീനാണ്. നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല മോനെ. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കുമ്പോ കാര്യമില്ലടാ, നിന്റെ വാപ്പാടെ ബുദ്ധിയാ നിനക്ക്.